Meet the editors. വെട്ടിലാക്കിയോ പാലോട് രവി എന്നാണ് ചോദ്യം. DCC അധ്യക്ഷനാണ് പാലോട് രവി. പക്ഷേ എങ്ങനെയാണ് ഒരു പ്രാദേശിക നേതാവിനോട് പാർട്ടി സംബന്ധമായ കാര്യങ്ങൾ അയാളിലൊരു ആത്മവിശ്വാസം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസാരിച്ചത്. പക്ഷേ കേട്ടയാളത് പുറത്തുവിട്ടു. അതാണ് നമ്മളും ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ പറഞ്ഞ് ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ BJPയിലേക്ക് പോകും, എടുക്കാച്ചരക്കായി മാറുമെന്നൊരു ആശങ്ക DCC അധ്യക്ഷൻ തന്നെ ഒരു തദ്ദേശ അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവിനോട് പറയുകയാണ്. പാർട്ടി പ്രതിരോധത്തിലാവില്ലേ? പാർട്ടി പ്രതിരോധത്തിലായോ വെട്ടിലാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വെട്ടിലാക്കിയെന്ന് പറയുമ്പോൾ ഇതെപ്പോൾ നടന്ന സംഭാഷണമാണെന്നറിയോ? ഏപ്രിലിൽ നടന്ന സംഭാഷണമാണ്. ഏപ്രിലിൽ ഈ സംഭാഷണം നടന്ന ശേഷം അതേപടി ഈ ഓഡിയോ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു അത്രേ. അതിൽ നിന്ന് ഒരു അടർത്തി മാറ്റിയ ഭാഗം ഇപ്പോൾ പ്രത്യേകമായി മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തതാരാണ്? ഇതിപ്പോൾ CPM BJP ഒന്നും ചെന്നിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നതല്ലല്ലോ. അപ്പോൾ അവരിൽ തന്നെയുള്ള ആളുകൾ തന്നെ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഒരു പുനഃസംഘടനയിലേക്ക് കടക്കുമ്പോൾ DCC പ്രസിഡൻ്റായി അദ്ദേഹം തുടരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാകാം. ഇനി അതല്ല, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കേൾക്കുന്നു. അദ്ദേഹം 2 സീറ്റ് 2 ഇടങ്ങളിൽ വാമനപുരമോ നെടുമങ്ങാടോ ഒക്കെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സാധ്യത അടയ്ക്കുക എന്ന ഉദ്ദേശത്തിലാകാം ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ എങ്ങനെയായാലും ഇതിപ്പോൾ അവസാനം പറഞ്ഞു വന്ന രൂപത്തിൽ വരുമ്പോൾ ഇവിടെ 100 സീറ്റിൽ വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് പറയുകയും ഇപ്പോൾ ഒരു പുതിയ നേതൃത്വം, യുവ നേതൃത്വം വന്ന് ഉപതെരഞ്ഞെടുപ്പുകളടക്കം നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തരത്തിൽ ആത്മവിശ്വാസം കെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണമായി ഈ ഭാഗം പുറത്തു വരുന്നത്. ഈ 100 സീറ്റ് എന്നുള്ള ആത്മവിശ്വാസം ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പുറത്ത് ഭരണവിരുദ്ധ വികാരം ശക്തിപ്പെടാനാകുന്ന ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. പലയിടത്തുമായി സിസ്റ്റം പിഴവുകൾ ഇങ്ങനെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പ്രധാനപ്പെട്ട നേതാവ്, അതായത് ഒരു ജില്ലയുടെ ചുമതലയുള്ള DCC പ്രസിഡന്റ് തന്നെ വരുന്നു എന്ന രൂപത്തിൽ വരുമ്പോൾ അത് സങ്കടകരമായ കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ സംഭാഷണത്തിൻ്റെ തുടക്ക ഭാഗം ഒന്ന് കേൾക്കണമെന്ന് തോന്നുന്നു. ആ ഭാഗം ഒന്ന് ഞാൻ കേൾപ്പിക്കാം. ഇല്ല, അത് നടക്കൂല. അന്ന് ഞാൻ എന്റെ കാലുവെങ്കിൽ എല്ലാ വീടിലും ഏതാണ്ട് 245 വീട് ഞാൻ കയറി ഇറങ്ങിയവനാണ്. എന്നാൽ ആള് വരും. ഈ തെരഞ്ഞെടുപ്പിന് ഒരു നോട്ടീസും അടിച്ചോണ്ടൊരു സ്ഥാനാർത്ഥി വെച്ച് ചെന്നാൽ ഒരുത്തും നമുക്ക് വോട്ട് ചെയ്യില്ല. ഇല്ല, എനിക്ക് മറിച്ച് ഇപ്പോഴേ ഓരോ വീട്ടിലും ചെന്നിരുന്ന് പരാതികൾ കേട്ട് പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ആ വീട്ടിൽ പോയി വലിയൊരു ചങ്ങാത്തം ഉണ്ടാക്കി അവരെന്തെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. ഒരുപാടുണ്ട്. നമ്മളെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്നത് നസീർ അബൂബക്കറാണ്. അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവനെയും കൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവൻ ആളെ ചീത്ത വിളിക്കുന്ന ഒരു രംഗമായിരുന്നു. അതെല്ലാം സാന്ത്വനപ്പെടുത്തി എല്ലാരെയും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാൻ. പാർട്ടി നോക്കും. ഇനി പാർട്ടി ഇവിടെ ആനുകൂല്യം തന്നെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ്. നിങ്ങൾ പാർട്ടിയെ ജയിപ്പിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി നമ്മൾ തരൂല ഇനി. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പരാതി ഉള്ളത് നമ്മുടെ എന്നല്ല, ഞങ്ങളുടെ ഭാഗത്ത് കൂടെ നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുടെ ലിസ്റ്റ് ജൗഹറിന്റെ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ജൗഹർ ഇന്നേ വരെ ശരി, ഇത്ര മതിയെന്ന് എനിക്ക് തോന്നും. കാരണം അദ്ദേഹം തുടക്കത്തിൽ പറയുന്നത് കണ്ടല്ലോ, നമ്മൾ ഓരോ വീട്ടിലും ചെന്ന് അവരോട് ബന്ധം സ്ഥാപിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അത് പരിഹരിച്ച് കൊടുത്ത് വേണം എന്ന് പറഞ്ഞു തുടങ്ങുന്ന സംഭാഷണമാണ്. ഈ അങ്ങോട്ട് സംസാരിക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം 245 വീട് കയറിയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പോക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാറ വയ്ക്കുന്ന ഒരു സംഘവുമായിട്ടാണ് അദ്ദേഹം, ജില്ലയുടെ ചുമതലയുള്ള നേതാവ്, ഫോണിൽ സംസാരിക്കുന്നത്. ഇതിൽ നിന്നും കോൺഗ്രസ് പഠിക്കേണ്ട പാഠം എന്താണ്? നല്ല അടുപ്പമുണ്ടെന്ന് കരുതുന്ന നേതാക്കളോടും ഫോണിൽ സംസാരിച്ച് മനസ്സ് തുറക്കരുത്, ഒരു ഉപദേശം കൊടുക്കരുത്. അതിൻ്റെ ഒരു ഭാഗം മാത്രം പുറത്തുപോയി പാർട്ടിക്ക് പ്രതിരോധം ഉണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ അങ്ങനെയാണ്. സ്വയം വളരുക, തനിക്ക് ചുറ്റുമുള്ളവരെ വളർത്തുക, അപ്പുറത്തുള്ളവരെ ഒന്ന് തട്ടിയിട്ട് വേണം മുന്നോട്ട് പോകണ്ടെങ്കിൽ അതങ്ങനെ തട്ടിപ്പോകും. ഇതൊരു വൃത്തികെട്ട കൾച്ചറല്ല. അല്ല, അത് കോൺഗ്രസിന് എല്ലാ കാലത്തും ഉള്ളതാണ്. ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിനുശേഷം ഈ പ്രതികരണം നടത്തുന്നുണ്ടല്ലോ. അദ്ദേഹം ചോദിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ UDF അധികാരത്തിലെത്തിയ മുഴുവൻ സീനിയേഴ്സും ടീമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. 14 നിയോജക മണ്ഡലങ്ങൾ, പഞ്ചായത്തുകൾക്ക്, തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെ പ്രവർത്തിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 101 വാർഡുകൾ 12 സെക്ടറുകളായി തിരിച്ച് സീനിയർ നേതാക്കൾ പ്രവർത്തിച്ചു, തിരുവനന്തപുരം ജില്ല എന്നും അവിടെ വിജയിച്ചിട്ടുണ്ട്,
1546 വാർഡുകൾ പുനഃസംഘടനയ്ക്ക് മുമ്പായിരുന്നു. 182 മണ്ഡലം കമ്മിറ്റികൾ, 28 ബ്ലോക്ക് കമ്മിറ്റികളൊക്കെ പുനഃസംഘടിപ്പിച്ചു എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം പിന്നീട്, അതായത് ഈ വിവാദം ആയതിനു ശേഷം അദ്ദേഹം നടത്തുന്ന പ്രതികരണമാണ്. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിരോധത്തിലാകുന്ന ഭാഗമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇവിടെ 100 സീറ്റ് കിട്ടും എന്ന് പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. ആ കണക്കുകൾ AICIയുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. അവിടെയാണ് ഇവിടെ 60 മണ്ഡലങ്ങൾ BJP അങ്ങ് പിടിക്കാൻ വരുന്നത്. നമ്മൾ 3-ാം സ്ഥാനത്തേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ആത്മവിശ്വാസം പുറത്തേക്ക് കൊടുക്കുന്നത്? അവരെ ഉണർത്താനാണെങ്കിൽ ഈ ഭാഗമാണോ പറയുക? ഈ ഒരു ഭാഗം ഒഴിവാക്കാമായിരുന്നല്ലോ. തുടക്കത്തിലുള്ള ഭാഗം നമ്മൾ കേൾക്കുമ്പോൾ അതിന് തുടർച്ചയായിട്ടും ഈ പറയുന്ന ഭാഗം പറയേണ്ട കാര്യമില്ലെന്നേ. അതും തനിക്ക് താഴെയുള്ള പാർട്ടി സംവിധാനത്തോട് ആ രൂപത്തിലല്ല പ്രതികരിക്കേണ്ടത്, നിർദ്ദേശം കൊടുക്കുകയാണ് വേണ്ടത്. അവിടെ അദ്ദേഹത്തിന് പിഴവ് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല അങ്ങനെയല്ല ഞാൻ അതിനെ പറയുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് അങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായി കേൾക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പക്ഷെ എന്തായാലും ഇത് കുഴപ്പമായി, അത് പാർട്ടി ഗൗരവത്തിൽ കാണുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. AICIയെ അറിയിച്ചിട്ടുണ്ട്. അതിന്മേലൊരു എന്തായാലും നടപടി ഉണ്ടാകും, ഉറപ്പാണ്. ആ കാര്യത്തിൽ നടപടി ഉണ്ടാകും. ഇതൊരു പാഠവുമാണ് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്. ഇത് ചിരിക്കാൻ തോന്നുകയാണ്. കാരണം വെച്ചാൽ ഇതൊരു അവസ്ഥയാണ്, ഒരു പാർട്ടിയുടെ അവസ്ഥയാണ്. ആന്റോ അഗസ്റ്റിൻ, ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ 2 പ്രതികരണങ്ങൾ ആദ്യം വന്നു. നമ്മളത് പുറത്തുവിടാം. നമ്മൾ ആദ്യം കുറച്ച് ആലോചിച്ചിട്ടാണ് പുറത്തുവിട്ടത്. പക്ഷേ പറയുന്നത് ഒരു DCC അധ്യക്ഷനാണ്. മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം BJPയിലേക്ക് പോകുമെന്നും ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോകുമെന്നും കൂടി പറയുന്നുണ്ട്. 60 ഇടങ്ങളിൽ BJP എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? അവർ ലോക്സഭാ മോഡലിൽ പൈസ കൊടുത്ത് വോട്ട് വാങ്ങും എന്നാണ് DCC അധ്യക്ഷൻ പറയുന്നത്. ഇതിൽ കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടിയുടെ ഉള്ളിലെ സംഘടനാ ദൗർബല്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പാലോട് രവി പറയുകയാണ്. പക്ഷേ ഇതൊക്കെ ഒരു പ്രാദേശിക നേതാവിനോട് ഫോണിൽ വിളിച്ചാണോ സംസാരിക്കേണ്ടത് എന്ന് തോന്നിയ യുക്തിയിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത്. അതൊരു കണ്ടനുണ്ടല്ലോ. ഒരു ജില്ലയിലെ അധ്യക്ഷന് തന്നെ 3ാമത് LDF വരും എന്നാണ് പറയാൻ തോന്നുന്നതെങ്കിൽ ആ ആത്മവിശ്വാസക്കുറവ് പാർട്ടിക്കുള്ളിലുണ്ടല്ലോ. അതാണ് നമ്മളത് പുറത്തുവിടാനുള്ള ഒരു കാരണം. എന്തായാലും അത് പാർട്ടി വെട്ടിലാക്കിയോ? തീർച്ചയായിട്ടും വെട്ടിലാക്കി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ DCC പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ പറയുന്ന അറിയോ, നിയമസഭ കഴിയുന്നതോട് കൂടിയിട്ട് ഈ പാർട്ടി ഒരു എടുക്കാച്ചരക്കാവും എന്ന് പറയാണ്. ഞാൻ വിചാരിക്കുന്നത് ശത്രുക്കൾ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. CPM-മാരോട് ചോദിച്ചാലും BJP-ക്കാരോട് ചോദിച്ചാലും അവരത് പറഞ്ഞിട്ടുണ്ടാവില്ല. കോൺഗ്രസ് എടുക്കാച്ചരക്കാവും. നീ കോൺഗ്രസിൻ്റെ ഗതികേട് കണ്ടോ എന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഗതികേട് ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കണ്ടോളൂ എന്ന് പറയാം. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം മനസ്സിലുള്ള ഒരു മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റിയ കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ പാർട്ടിക്കൊരു സിസ്റ്റം ഇല്ലാന്നേ. ഈ പാർട്ടിക്ക് ഒരു സിസ്റ്റം, നമ്മൾ ഈ ഭയങ്കര വിടുവായിത്തരം പറയും. ഈ വിടുവായിത്തരം എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മളാരോ വലിയ രാജാക്കന്മാരാണ് ഞങ്ങൾ. ഇതൊരു പ്രാക്ടിക്കലായിട്ടാണോ ഇത് ഈ സംവിധാനങ്ങൾ ചിന്തിച്ച് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് തിരുവനന്തപുരം DCC പ്രസിഡൻ്റ് ആണല്ലോ. ഈ തിരുവനന്തപുരം DCC പ്രസിഡൻ്റ് ആണല്ലോ ഈ നിയമസഭയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും AK സെൻറ്ററിലേക്കും പാർട്ടി പ്രസ്ഥാനങ്ങളിലേക്കും ഒക്കെ സമരം നടത്തേണ്ട ആളെന്ന് പറയുന്നത്. എത്ര സമരം ഇദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്? അവിടെ ഏത് സമരം കേരളത്തിൽ എന്ത് വീഴ്ചയുണ്ടായാലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട DCC പ്രസിഡൻ്റാണ്. അങ്ങനെ ഒരാളെ നമ്മൾ അവിടെ കാണുന്നുണ്ടോ? എത്ര നാളായി അവിടെ കണ്ടിട്ട്? അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയുടെ പേര് BJP എന്നാണ്. ഇവർ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. അവിടെ MLA-മാർ മുഴുവൻ ആരാ? CPM-ൻ്റെ MLA-മാർ. അവിടെ ഒരു കോവളം മാത്രം ഒരൊറ്റ MLA കോൺഗ്രസിനുള്ളൂ. ബാക്കി മുഴുവൻ ആരെടുത്താൽ CPM-ൻ്റെ അടുത്താണ്. നീ പാർലമെൻറ്റ് ഇലക്ഷൻ വന്ന സമയത്ത് അവിടെ എത്ര സ്ഥാനത്ത്? 3 നിയമസഭാ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്തില്ലേ? അല്ലല്ല, കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമം 1ാം സ്ഥാനത്താണ്. ഈ 1ാം സ്ഥാനം ആരാണ് 1ാം സ്ഥാനത്ത്? BJP 1ാം സ്ഥാനത്ത്. കേരളത്തിൽ BJP എന്താണ് പറയുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ടാണ് BJP പോകുന്നത്. അവിടെ അവർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിന് പകരം ഇരുത്തിയിരിക്കുന്ന ഒരു നേതാവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ പൈസ കൊടുത്ത് വോട്ട് മേടിക്കും. അതുകൊണ്ട് നീയൊക്കെ നിർത്തിക്കുക പരിപാടി, ഇതൊന്നും കാര്യമില്ല. ഇങ്ങനെയാണ് DCC പ്രസിഡന്റ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്മൃതിയോളം പറഞ്ഞപ്പോൾ അതാണ് പറഞ്ഞത്. എന്താ അറിയോ, പുള്ളീൻ്റെ മനസ്സിലതാണുള്ളത്. അപ്പം എങ്ങനെയാണ് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുക? ഇത് നമ്മൾ മുന്നോട്ട് വരില്ല എന്ന് മനസ്സിലുള്ള ഒരാൾ എങ്ങനെയാണ് താഴെയുള്ള ആൾക്കാരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ ഈ VD സതീശൻ്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ പറയാം. VD സതീശൻ ആത്മവിശ്വാസത്തോടെ എല്ലായിടത്തും പോയി പറയുന്നുണ്ട് 100 സീറ്റ് കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ കിട്ടുമെന്ന് VD സതീശൻ പറയുന്നുണ്ടല്ലോ. സണ്ണി ജോസഫ് അത് തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ മേധാക്കന്മാർ മാത്രം പറഞ്ഞാൽ പോരാന്ന്. ഈ എന്താണ് കേരളത്തിലെ പാർട്ടീൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? പല മണ്ഡലങ്ങളിലും ബൂത്തിലിരിക്കാൻ ആളില്ല, ബൂത്ത് കമ്മിറ്റികളില്ല, ബൂത്തിൽ പ്രവർത്തിക്കാൻ ആളില്ല എന്നുള്ളതാണ്. ഇനി എത്ര നാളുണ്ട്? 90 ദിവസത്തിൽ താഴെയുള്ളൂ പഞ്ചായത്ത് ഇലക്ഷൻ. 90 ദിവസം എന്ന് പറയുന്നത് 70-80 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഡിക്ലറേഷൻ വരും. ഡിക്ലറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എത്ര 10, 50, 60 ദിവസമേ ഉള്ളൂ. ഈ 60 ദിവസം കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? 60 ദിവസങ്ങൾ എണ്ണി വെച്ചോ. നാളെ തുടങ്ങി ഓരോ ദിവസം. ഞാൻ ഇന്ന് ശ്രദ്ധിക്കുകയായിരുന്നു, എന്താ അറിയോ, ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നടക്കുകയാണ്.
അയ്യോ സഭ നടത്തുന്ന പരിപാടി അവിടെ പോയിരിക്കുന്നു. എത്ര ആൾക്കാരാണ്? എല്ലാ സാംസ്കാരിക സമ്മേളനങ്ങളാണ്, അവാർഡ് മേടിക്കാൻ പോയിരിക്കുന്നു, മറ്റുള്ള പരിപാടികളൊക്കെ പോയിരിക്കുകയാണ്. അവിടെ ഒന്നും എന്തില്ല, ഇവിടെ ഒന്നും നേതാക്കന്മാർ ഒരു ജില്ലയിൽ പോയി നിന്ന് അത് ആ ജില്ലയിൽ ഇത്ര ബൂത്ത് കമ്മിറ്റികളായി, ഇത്ര മണ്ഡലം കമ്മിറ്റികളായി, മണ്ഡലം പ്രസിഡന്റുമാരുടെ ചർച്ച നടത്തുന്നുണ്ടോ, ബൂത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ, ഇവർക്ക് ഫണ്ടുണ്ടോ, ഇത് എങ്ങനെ ഗൈഡ് ചെയ്യണം, ഇങ്ങനെയൊന്നും ഇല്ലാന്ന് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പറയും ഞങ്ങൾ 100 സീറ്റിൽ ജയിക്കും, 100 സീറ്റിൽ ജയിക്കുന്നു. ബാക്കിയുള്ള പാർട്ടികളൊക്കെ എന്ത് വെറുതെ ഇരിക്കുകയാണോ? ഇവിടുത്തെ BJP വെറുതെ ഇരിക്കുകയാണോ? ഇവിടുത്തെ CPM വെറുതെ ഇരിക്കുകയാണോ? ഇതൊന്നും വെറുതെ ഇരിക്കുകയല്ലോ. BJP എന്താ പറയുന്നത്, 10-60 സീറ്റ് പ്രഖ്യാപിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പോവാണ് അല്ലേ? 100, 300, 400 കോടികൾ ഒഴുകും കേരളത്തിൽ കൂടെ. ഈ പണങ്ങളൊക്കെ വരും. ഇവരുടെ അടുത്ത് ഈ സംവിധാനം വല്ലതും ഉണ്ടോ? ഇതൊന്നും മനസ്സിലാക്കാതെ എന്നിട്ട് ആ സ്ഥലത്താണ് DCC. ഞാൻ പറയുന്നത് അറിയോ, നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ DCC ഓഫീസുള്ള സ്ഥലം എന്നുണ്ട് കോഴിക്കോട്. പ്രദീപാണ് അവിടെ പിന്നെ DCC പ്രസിഡന്റ്. എത്ര നല്ല പ്രവർത്തനമാണ്. VS ജോയി കണ്ണൂർ എന്ത് രമ്പില. PS ജോയിൻ്റെ ഫേസ്ബുക്ക് പേജ് വെറുതെ എടുത്ത് നോക്കിയാൽ മതി. എത്ര മലപ്പുറം പോലെ ഒരു ജില്ലയിൽ കോഴിക്കോട് പ്രവീൺ, മലപ്പുറത്ത് ജോയിൻ്റെ ഒക്കെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കി നോക്കുന്നത്. എത്രയും പരിപാടികളാണ് നടക്കുന്നത്. എത്രയും ഏത് അവിടെ ലീഗിനാണ് പ്രാധാന്യം. അവിടെ കോൺഗ്രസിന് വലിയ ധാരണയൊന്നും അവിടെ ഇല്ല. പക്ഷേ എന്താണ് അവിടെ പ്രവർത്തിക്കുന്നുള്ള കണ്ണൂർ മാർട്ടിൻ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് ഷിയാസ് DCC പ്രസിഡന്റാണ് രീതിയിൽ. ഷിയാസൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ നമ്മൾ കാണാം. മനസ്സിലായി? ഒരു സർക്കാരിനെതിരെ ആർക്കെതിരാണെങ്കിലും ഷിയാസിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാം. മൈക്ക് കൊണ്ട് വെച്ചപ്പോൾ ഷിയാസ് പൊട്ടിത്തെറിക്കുന്ന കാണാം, അടി ഉണ്ടാക്കാൻ അടി കൊള്ളുന്ന കാണാം, അടി ഉണ്ടാക്കുന്ന കാണാം, ബഹളം ഉണ്ടാക്കുന്ന കാണാം, ശക്തമായി പ്രതികരിക്കുന്ന കാണാം. കോഴിക്കോട് അത് കാണാം, മലപ്പുറത്ത് അത് കാണാം, കണ്ണൂർ അത് കാണാം. വേറെയുള്ള ജില്ലകളിലെ അവസ്ഥ എന്താ? വേറെയുള്ള ജില്ലകളിലൊന്നും DCC പ്രസിഡന്റുമാരില്ലാന്ന്. വെറുതെ പൊങ്ങച്ചു മറിച്ചിട്ട് 70, 75, 70, 76 വയസ്സാണ് പാലോട് രവിക്ക്. ശക്തമായ രീതിയിൽ BJPക്കെതിരെ അല്ലെങ്കിൽ പിന്നെ എന്താണ് CPMനെതിരെ പ്രതികരിക്കേണ്ട പാർട്ടിയാണ്. അവിടെയാണ് 76 വയസ്സുള്ള ഒരാളെ കൊണ്ട് ഇരുത്തിയിട്ട് ഇത് വയസ്സ് വെച്ച് മൂത്തതുകൊണ്ട് പ്രായം കൂടിയതുകൊണ്ട് ഞാൻ മോശമായിട്ട് പറയല്ല. കാരണം പ്രവർത്തിക്കുന്നതിന് ആരോഗ്യം വേണ്ടേ, ശൈലി വേണ്ടേ, അവരെ അതിന് ബുദ്ധി ശക്തി അതിന് ഓടാൻ കഴിയണ്ടേ, ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവരണ്ടേ. ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? കൊണ്ടുവരുന്നില്ല. നമ്മൾ ഇപ്പം എല്ലാ ദിവസവും പറയുമല്ലോ സർക്കാർ വീഴ്ച. ഏത് സർക്കാർ വീഴ്ചയാണ് പ്രതിപക്ഷം എടുത്ത് വലുതാക്കി വാർത്തയാക്കിയിട്ടുള്ളത്? ഏത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുണ്ട്. ഞാൻ പണ്ട് കാലങ്ങളൊക്കെ പറയും എന്താ പറയുക, പ്രധാനപ്പെട്ട പത്രങ്ങളും ചാനലുകളും കോൺഗ്രസിൻ്റെ കയ്യിൽ താളത്തിൽ കൊണ്ടുവച്ച് കൊടുക്കും. ഇതാണ് നിങ്ങൾ അടുത്ത പ്രാവശ്യം മത്സരിച്ചത്. കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടല്ല ഒരു കാലത്തും അധികാരത്തിൽ വന്നിട്ടുള്ളത്. താളത്തിൽ. കാരണം മാധ്യമങ്ങളാണ് പ്രതിപക്ഷത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാധ്യമങ്ങൾ വർക്ക് ചെയ്തിട്ട് താളത്തിൽ കൊണ്ടുവച്ചോളും. നിങ്ങൾ ജയിച്ചോ, നിങ്ങൾ കയറി അധികാരത്തിലിരിക്കും എന്നുള്ളതാണ്. അന്നേരം അധികാരത്തിൽ വരുമ്പോൾ എന്താ അറിയോ, 2 സീറ്റ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നത് 2 സീറ്റ് ഭൂരിപക്ഷത്തിലാണ്. ആലോചിക്കണം, 2 സീറ്റിനെങ്ങാനും ഭൂരിപക്ഷത്തിൽ വന്നില്ല. ഇത്രയും നാൾ 2 പാർട്ടിയേ ഉള്ളൂ, CPM കോൺഗ്രസും 2 പാർട്ടിയുള്ളൂ. ഇപ്പം എങ്ങനെയാണ്? ഇപ്പം 3 പാർട്ടിയാണ്. 11 മണ്ഡലങ്ങളിലാണ്, 9 മണ്ഡലങ്ങൾ. 11 മണ്ഡലം 1-ാം സ്ഥാനത്തില്ലേ? 11 മണ്ഡലം 1-ാം സ്ഥാനത്ത്, 9 മണ്ഡലം 2-ാം സ്ഥാനത്താണ്. ഏത് 20 മണ്ഡലം എത്രയായി? 20 മണ്ഡലം 1-2 സ്ഥാനങ്ങൾ അവർ കൈകാര്യം ചെയ്യാണ്. അവർക്ക് ആ മണ്ഡലം അത്രയും മണ്ഡലം പിടിച്ചാൽ തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾ പറയൂ, കോൺഗ്രസ് CPMൻ്റെ കുത്തക മണ്ഡലങ്ങൾ എത്ര എണ്ണമാണ് BJPൻ്റെ കയ്യിലുള്ളത്? ഒന്നും കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ വോട്ടാണ്. അപ്പൊ അതാണ് ഈ പാലോട് രവീന്റെ മനസ്സിലുള്ള പ്രശ്നം. എന്താണ് പാലോട് ലോക്സഭയിൽ ലീഡ് ചെയ്തത് CPM മണ്ഡലം ഞാൻ പറയുന്നത് 22 മണ്ഡലങ്ങളാണ്. അതായത് ഇപ്പൊ പാലോട് രവീന്റെ പ്രശ്നം എന്താ? തിരുവനന്തപുരം മണ്ഡലമാണ്. അവിടെ ഏറ്റവും കൂടുതൽ BJP അത് അവിടുത്തെ പിന്നെ കോർപ്പറേഷൻ അടക്കം അവർ ഭരിക്കാൻ പോവാണ്. അതുമായിട്ട് മുന്നോട്ട് വെച്ചിട്ട് അവരത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുരളീധരനാണ് അതിന് ചാർജ്, കോർപ്പറേഷൻ്റെ ചാർജ് മുരളീധരനാണ്. മുരളീധരൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അവിടുത്തെ ഇപ്പം കോൺഗ്രസിൻ്റെ നല്ല രീതിയിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നതല്ല. പക്ഷേ ഈ കോർപ്പറേഷൻ്റെ ചാർജാണ്. അതേ സ്ഥലത്താണ് ഈ ഇങ്ങനെയുള്ള DCC പ്രസിഡന്റ് ഇരിക്കുന്നത്. അപ്പം ചില മീറ്റിങ്ങുകൾ ഇപ്പം ഞാൻ ഒരാളെ വിളിച്ച് സംസാരിക്കുകയാണ്, ഈ തിരുവനന്തപുരത്തെ സമരത്തിൻ്റെ കാര്യം ചോദിക്കുകയായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുന്നറിയോ, മഴ പെയ്യുന്ന സമയത്ത് നിർത്തി വെക്കും സമരം, മഴ കഴിയട്ടെ പറയൂ. മനസ്സിലായോ? ഒരു ജാഥ പണ്ട് ഈ KPCC പിന്നെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ബോംബെറിഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ, കല്ലെറിഞ്ഞ പ്രശ്നമുണ്ടല്ലോ, അതിനൊരു സമരം നടത്തിയിട്ട് പാലോട് രവി സമരം പ്രഖ്യാപിച്ചു. അവിടേക്ക് പിന്നെ AKG സെൻറ്ററിലേക്ക് സമരം പ്രഖ്യാപിച്ചു. കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞു, പുള്ളി സമരം വഴിക്ക് നിർത്തി. എന്നിട്ട് പറഞ്ഞു ഇവിടെ വരെ മതി, നമ്മൾ ഇനി DCC ഓഫീസിലേക്ക് പോകാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിരിച്ചു വിട്ടു. അണികളൊന്നും പോയില്ല, പുള്ളിയാണ് നടന്നങ്ങ് പോയി പിരിച്ചു വിട്ടിട്ട്. അണികളവിടെ കൂടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇതാണ് നിലപാടെന്ന് പറയുന്നത്. 90% അണികളും ഇദ്ദേഹത്തിനെതിരാണ്. അപ്പോൾ ഈ 90% അണികൾ എതിരാന്ന് പറയുമ്പോൾ ഇത് ആർക്ക് മനസ്സിലാകുന്നില്ല? AICCക്ക് മനസ്സിലാകുന്നില്ല, അത് KPCCക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് പാർട്ടി വളരുക? ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇത് നിങ്ങൾ CPMൽ കാണാൻ കഴിയുമോ? നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് BJPയിൽ കാണാൻ കഴിയുമോ? ഇത് കോൺഗ്രസിൽ കാണാൻ കഴിയുള്ളൂ. ഗ്രൂപ്പിസമാണ് നമ്മുടെ അടിത്തറ എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ എപ്പോഴും പറയും, ഞങ്ങൾ ഭിന്നിപ്പിച്ച് ഞങ്ങൾ വലിയ വായിലാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറയുന്ന ഗ്രൂപ്പിസാണ്. പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചോദ്യം മാറ്റേണ്ട സമയമാണ്. കാര്യം വെട്ടിലാക്കി എന്നുള്ളതാണല്ലോ KPCCയുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് KPCC ആ രാജി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.
അപ്പോൾ സുജയ, ഇപ്പോൾ പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. ചോദ്യം ഒന്ന് മാറ്റിയാൽ പാലോട് രവി രാജിവെക്കേണ്ടതായിരുന്നോ എന്നൊരു ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. വെട്ടിലാക്കിയോ വെട്ടിലാക്കിയോ? അല്ല, നമ്മൾ തുടങ്ങുന്ന സമയത്ത് രാജിവെച്ചിട്ടില്ല. ഇപ്പൊ വെക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ പാർട്ടി വെട്ടിലാക്കി പാലോട് രവിയെ. പാലോട് രവി രാജിക്കത്ത് എഴുതി അത് സ്വീകരിക്കുകയും ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പം വെട്ടിലാക്കിയോ ശരിക്കും? പിന്നെ വെട്ടിലാക്കിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഇപ്പോൾ വെട്ടിയത്. പാലോട് രവിയുടെ പേര് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെട്ടുന്നതിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA യോട് ഈ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ പരിപാടിയിലായിരുന്നു, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം ഇന്നൊരു 5 മണി സമയത്തൊക്കെ പറഞ്ഞത്. അദ്ദേഹം കണ്ടു, അതിനുശേഷം ചർച്ച നടത്താനുള്ളവരുമായിട്ടൊക്കെ ചർച്ച നടത്തി. അതിനുശേഷം എന്നാൽ പിന്നെ രാജി എഴുതി വാങ്ങിച്ചേര് എന്ന ഒരു തീരുമാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഈ രാജി വാങ്ങിയത്. പക്ഷേ രാജി വാങ്ങിക്കഴിഞ്ഞാലും രാജിയാകാതെ നിൽക്കുന്ന വിഷയങ്ങൾ അവിടെയുണ്ട് എന്നതാണ് വസ്തുത. കേരളീയ പൊതുസമൂഹത്തിൽ പാലോട് രവിയുടെ രാജി സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമോ അതിനേക്കാളും അപ്പുറം ഈ വിഷയം ചർച്ചയാകാൻ പോവുകയാണ്. രാജി സ്വീകരിച്ചത് എന്തിനാണ്? പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്, അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം ഉണ്ടായതിനാണല്ലോ രാജി എഴുതി വാങ്ങുന്നത്, അല്ലെങ്കിൽ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്. അപ്പോൾ പാലോട് രവി ചെയ്ത കുറ്റം എന്താണ് എന്നത് കേരളം ഇനി കൂടുതൽ ചർച്ച ചെയ്യും. മാത്രമല്ല പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും എടുത്ത് CPIM-ഉം BJP-യും കൃത്യമായി പ്രചരിപ്പിക്കുമെന്നതും ഉറപ്പാണ്. തിരുവനന്തപുരത്ത് ഇതിനകം തന്നെ ഇത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പാലോട് രവി മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. നേരത്തെ ഇവിടെ പ്രായമൊക്കെ സൂചിപ്പിച്ചല്ലോ. മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ഉമ്മൻചാണ്ടി ശക്തനായിരുന്ന കാലത്ത് MM ഹസനും പാലോട് രവിയും തമ്മിലൊക്കെ ആരാണ് ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ എന്നതിൽ ഒരു മത്സരം വരെ ഉണ്ടായിരുന്നു. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു നേതാവാണ് പാലോട് രവി. മാത്രമല്ല അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഗ്രാമീണ മേഖലയിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ്. ഈ പറയുന്ന ക്ലിക്ക് ബൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് അങ്ങനെ നിൽക്കുന്ന ഒരാളായി നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ സംഘടനാ തലത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ് പാലോട് രവി എന്നത് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്നിപ്പോൾ വലിയ ഷോമാൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ പോലെയൊന്നുമല്ല, അതിനേക്കാൾ സംഘടനാ തലത്തിലൊക്കെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ബൂത്ത് തലത്തിൽ സംഘടനയ്ക്ക് ശക്തിയില്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഗ്രാസ് റൂട്ടിലെ കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ് വിജയത്തിലേക്ക് എത്താൻ കഴിയാതെ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് പാളുന്നത്. 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള DCC അധ്യക്ഷൻ ഇങ്ങനെ ഉപദേശ രൂപേണ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യത്തിൽ നിന്ന് ഒരു സ്വയം വിമർശനത്തിലേക്ക്, പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞിട്ട് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഈ പറഞ്ഞ കാര്യങ്ങളിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. BJP ശക്തരായി, ശരിയല്ലേ? തിരുവനന്തപുരം ജില്ലയിൽ BJP ശക്തരായി. കോർപ്പറേഷനിൽ അവർ പ്രതിപക്ഷ കക്ഷിയാകുന്നു. മാത്രമല്ല തിരുവനന്തപുരം ജില്ല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലായാലും നല്ല പെർഫോമൻസ് ആണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കാഴ്ചവെച്ചിരിക്കുന്നത്. അതും ഒരു സത്യമാണ്. ഇനി കോൺഗ്രസ് എടുക്കാച്ചരക്കാകും, അത് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനാണ്. സ്വന്തം പാർട്ടിയെക്കുറിച്ച് 70 വയസ്സ് പിന്നിട്ട ഒരാളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം എത്ര വർഷമാണെന്നത് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അത്രയും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള തിരുവനന്തപുരം ജില്ലയെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അത് ഒരു സ്വയം വിമർശനമായി കണ്ടുകൊണ്ട് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടി ചെയ്യേണ്ടത്. അതിന് പകരം സത്യം പറഞ്ഞയാളെ ഉടനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ സത്യം ഇല്ലാതാകില്ല, സത്യം അവിടെ തന്നെ നിൽക്കുമെന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. നിയമസഭയിൽ ഉച്ചകുത്തി വീഴണമെന്നൊന്നും പാലോട് രവി ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു നല്ല കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ വലിയ വാഴ്ത്തുപാട്ടുകളൊന്നും കിട്ടിയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അദ്ദേഹം വലിയ രീതിയിൽ സമരങ്ങൾ നയിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് ഒരു സമരം നടന്നാൽ മുന്നണിയിൽ വന്ന് നിൽക്കുന്നത് ആരാണ്? പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അടക്കമുള്ള ആളുകളാണ്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനാണ്. അവിടെ എവിടെയാണ് ഒരു DCC പ്രസിഡന്റിന് സ്കോപ്പ്? DCC പ്രസിഡന്റിന് ഇതുപോലെ സമരങ്ങൾ ചെയ്യുന്നതിന് സ്കോപ്പുള്ള കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഒക്കെ DCC പ്രസിഡന്റിനെ നമുക്ക് കാണാം. മാർട്ടിൻ ജോർജിനെയും പ്രവീൺ കുമാറിനെയും കാണുന്നത് പോലെ പാലോട് രവിയെ കാണാൻ കഴിയാത്തതിന്റെ കാരണം തലസ്ഥാന ജില്ലയുടെ DCC പ്രസിഡന്റാണ്. തലസ്ഥാനത്ത് ഏത് സമരം നടന്നാലും ഈ പറയുന്ന വലിയ നേതാക്കളൊക്കെ അവിടെ വന്ന് നിൽക്കും. ആ വലിയ നേതാക്കളുടെ പിന്നിലല്ലേ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റൂ. അല്ലാതെ അദ്ദേഹത്തിനായി സ്വന്തമായി സമരം ഏറ്റെടുത്ത് ചെയ്യാൻ എത്രത്തോളം കഴിയുമെന്നത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതാണ് പാലോട് രവി എക്കാലവും സംഘടനയ്ക്ക് വിധേയനായി തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നാട്ടിലിറങ്ങി നടന്ന് സംസാരിക്കാൻ സംഘടനയ്ക്ക് എത്ര പേരുണ്ട്? അതൊരു ചോദ്യമാണ്. CPIM-നോ അല്ലെങ്കിൽ BJP-ക്കോ ഉള്ളതുപോലെയുള്ള ഒരു കേഡർ സംവിധാനമൊന്നുമില്ല. സെമി കേഡർ ആകണമെന്ന് K. സുധാകരൻ പറഞ്ഞ എന്തുകൊണ്ടാണ്? ഞാൻ ഈ അവസരത്തിൽ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരന്റെ ആ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിനെ ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം പാലോട് രവി പറഞ്ഞതും അന്ന് K. സുധാകരൻ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർ സ്വീകരിക്കേണ്ടത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പരിഹാരം കാണാൻ കഴിയും. ആ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് പാലോട് രവി പറഞ്ഞത്.
അദ്ദേഹം ഒരു DCC അധ്യക്ഷനാണ്, ആ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറയുന്നു. നാട്ടിലിറങ്ങി അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയാണ്, ടു കോട്ട് പാലോട് രവി, നാട്ടിലിറങ്ങി നടന്ന ജനങ്ങളുമായി സംസാരിക്കാൻ 10% സ്ഥലത്തെ ആളുള്ളൂ. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മളൊക്കെ വീരവാദം പറഞ്ഞു നടക്കുന്നത്. ഇത് പറയുന്നത് BJPയോ CPIMോ അല്ല, കോൺഗ്രസിന്റെ DCC പ്രസിഡന്റാണ്. അപ്പോൾ പറഞ്ഞു നടക്കുന്നത് വീരവാദമാണ്, ഈ 100 സീറ്റ് എന്നൊക്കെയുള്ളത് വീരവാദമാണ് എന്ന് പറയുന്നത് പാലോട് രവിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സീറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ DCC അധ്യക്ഷ സ്ഥാനം തെറിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. എന്തെങ്കിലും തമ്പ്രാനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ തമ്പ്രാൻ അപ്പം തല വെട്ടുമല്ലോ. അതാണല്ലോ കോൺഗ്രസിലെ അവസ്ഥ. ഒറ്റ എണ്ണത്തിന് പരസ്പരം ആത്മാർത്ഥമായ സ്നേഹമോ ബന്ധമോ ഇല്ല. അതും സത്യമല്ലേ? അങ്ങനെ സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം വളരെ ക്ലോസ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുന്ന കാര്യം ഇതുപോലെ ലീക്ക് ചെയ്യില്ലല്ലോ റിപ്പോർട്ടറിലേക്ക് അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലേക്കൊക്കെ പിന്നീടും ഒക്കെയായി ഇത് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു സോഴ്സ് വേണമെങ്കിലോ. ആ സോഴ്സ് എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തെ തന്നെ സോഴ്സ് ആണല്ലോ. അപ്പോൾ കൃത്യമായ നടപടിയും ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. പരസ്പരം ആത്മാർത്ഥമായ സ്നേഹമോ ബന്ധമോ ഇല്ല എന്ന് അദ്ദേഹം ആരോടാണോ പറഞ്ഞത് അയാൾക്കും ഉണ്ടായിരുന്നില്ല എന്നത് ഈ പുറത്ത് വരലിലൂടെ, ഈ സംഭാഷണം പുറത്തു വന്നതിലൂടെ വ്യക്തമാവുകയാണ്. എങ്ങനെ കാലുവാരാമെന്നാണ് നോക്കുന്നത്. ഇവിടെ നൈസായിട്ട് ഇപ്പോൾ കാലുവാരിയത് പാലോട് രവിയുടേതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അത് അപ്പാടെ ഫലിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ ഏപ്രിലിൽ നടത്തിയ ഈ സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ മാർച്ചിൽ നടത്തിയ ഈ സംഭാഷണത്തിന്റെ ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം പുനഃസംഘടന വരുമ്പോൾ ഇദ്ദേഹത്തെ തെറിപ്പിച്ചാലല്ലേ ആ സീറ്റ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ DCC പ്രസിഡന്റ് ആകാൻ സാധിക്കുകയുള്ളൂ. അതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സംഭാഷണം നടത്തിയ ഉടനെയൊന്നും അല്ലല്ലോ ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പുനഃസംഘടനയിലേക്ക് കടക്കുന്ന വേളയിലാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പാർട്ടിയുടെ ദയനീയ അവസ്ഥ അദ്ദേഹം പറയുമ്പോൾ പുതിയ നേതൃത്വം അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയത്. കാരണം ഗ്രൂപ്പില്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്നുള്ള 2 വിഭാഗങ്ങളായി നിന്നിരുന്ന ഘട്ടത്തിൽ നിന്ന് ഗ്രൂപ്പില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നു. KC വേണുഗോപാൽ ഒരു ഹൈക്കമാൻഡ് ഗ്രൂപ്പ് പോലെ അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഗ്രൂപ്പ് പോലെയൊക്കെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് കളം മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ KC വേണുഗോപാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ അതൃപ്തരായി നിൽക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. പ്രത്യേകിച്ചും VD സതീശനൊക്കെ അത്രയും താല്പര്യമൊന്നും അതിൽ ഉണ്ടാകില്ല. കാരണം മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്ച്ച ഒരു 4 പേരെങ്കിലും കോൺഗ്രസിൽ നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് എന്നത് ഒരു പ്രശ്നമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പാർട്ടിയുടെ അടിത്തറ എവിടെയൊക്കെ ദുർബലമാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന നേതാവാണ്. പാലോട് രവി മനസ്സിലാക്കാൻ കഴിയുന്ന നേതാവാണ്. അവരെയൊക്കെ എത്രത്തോളം കേൾക്കുന്നുണ്ട് ഈ പുതിയ നേതൃത്വം യുവാക്കൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവർക്ക് എത്രത്തോളം പാർട്ടിയുടെ അടിത്തറ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് അതുകൂടി നോക്കണം. അല്ലാതെ പുതിയ നേതൃത്വത്തെ നമ്മളിങ്ങനെ വാഴ്ത്തിപ്പാടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ തിരുവനന്തപുരം നഗരസഭ, ഗ്രാമപ്രദേശങ്ങൾ, പാലോട് രവി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി അടക്കം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ കോൺസ്റ്റിറ്റ്യുവൻസി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെയടക്കം സംഘടനാ സംവിധാനം ദുർബലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അത് മെച്ചപ്പെടുത്താൻ കഴിയും. വരും. ഇപ്പോൾ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ജയിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവിടെ നടത്തും, ഒരു വിസ്മയം പോലെ വിജയിക്കും. ഇത്തവണ യഥാർത്ഥത്തിൽ അവിടെ കടുത്ത മത്സരത്തിലേക്ക് പോയതാണ്. V ജോയ് ജയിച്ചേക്കും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തി. കാരണം അടൂർ പ്രകാശിന്റെ പോക്കറ്റുകളിൽ വരെ കടന്നു കയറി V മുരളീധരൻ വോട്ട് പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ മെറിറ്റ് കൊണ്ടുകൂടിയാണ്, അല്ലാതെ പാർട്ടിയുടെ വിജയമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. ഇപ്പുറത്ത് ശശി തരൂരിന്റെ കാര്യത്തിലായാലും ആ ഒരു വിഷയം ഇവിടെ നിൽക്കുന്നുണ്ട്. 2 MP മാരുണ്ട് എന്നത് പറഞ്ഞ് അഹങ്കരിക്കരുത്. തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിലെ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കണം. പാലോട് രവി പറഞ്ഞതിന് അദ്ദേഹത്തെ പുറത്താക്കുമ്പോഴും ഈ യഥാർത്ഥ പ്രശ്നം അവിടെ പരിഗണിക്കാതെ പോകരുത്. അതുപോലെ തന്നെ TVM ഇലക്ട്രേറ്റ്, ഈ 14 കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും ആ ഒരു ഇലക്ട്രേറ്റ് എടുത്ത് നോക്കണം. അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട്. അവരൊക്കെ കോൺഗ്രസിനൊപ്പമാണോ നിൽക്കുന്നത്? പരമ്പരാഗതമായി വോട്ട് കിട്ടിയിരുന്ന മേഖലകളിലൊക്കെ എങ്ങനെയാണ് BJP കടന്നു കയറിയിരിക്കുന്നത്, CPIM കടന്നു കയറിയിരിക്കുന്നത്? അതൊക്കെ അവിടെ നോക്കേണ്ടതുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മുസ്ലിം വോട്ട്സിനെ കുറിച്ചുള്ള റെഫറൻസ് അത് ലീഗിനെ കൂടി ഒരു ഹിൻഡായി തന്നെയാണ് അവിടെ പാലോട് രവി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 3-ാം ഊഴം ഇല്ല എങ്കിൽ ലീഗിന് ഇതേപോലെ തന്നെ മുന്നണിയിൽ ഇങ്ങനെ തന്നെ തുടരാൻ കഴിയുമോ? കാരണം അധികാരത്തിലേക്ക് അടുത്ത തവണ എത്തണം എന്നുള്ളത് അവരുടെ കൂടി ഒരു വാശിയാണ്. അവർ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള അവർ ഇപ്പോൾ അവരുടെ സീറ്റുകളിലൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ലീഗ്. അതുപോലെ കോൺഗ്രസ് എവിടെയാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബൂത്തുകൾ സജീവമാക്കിയോ? അപ്പോൾ അതൊക്കെ പാലോട് രവിയെ പോലെ ഒരാൾ മാസങ്ങൾക്ക് മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിന് പകരം ഈ വോട്ട് സ്വിംഗ് സംഭവിക്കുന്നത് തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ BJPയും CPIM ഒക്കെ കൊണ്ടുപോയതിനു ശേഷം കരഞ്ഞിട്ട് കാര്യമില്ല ഈ പുതിയ നേതൃത്വം. ഡാറ്റ അല്ല, 2024 ഈ പാലോട് രവിക്കെതിരെ പോസ്റ്റർ പാർട്ടി പ്രവർത്തകർ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യം BJPക്ക് വേണ്ടി അടിമ പണിയെടുക്കുന്ന പാലോട് രവി ഓഫീസ് മാരാർജി ഭവനിലേക്ക് മാറ്റണമെന്നായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഇങ്ങനെ പോസ്റ്റർ വരാൻ കാരണം അതിനിടയ്ക്ക് അദ്ദേഹം രാജിക്കത്തും മുമ്പ് ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. അന്ന് പാർട്ടി ആവശ്യപ്പെട്ടില്ല, സ്വന്തം നിലയ്ക്കാണ്. അതിന്റെ കാരണം സ്വന്തം പഞ്ചായത്തിൽ പെരിങ്ങർമല പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് CPIMലേക്ക് ചേക്കേറി. അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നടന്നിരുന്ന ചില നേട്ടങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം രാജിവെച്ചു. പിന്നെ ആ രാജി അദ്ദേഹം പിൻവലിക്കുന്നു. വിവാദങ്ങൾ ആ സമയത്താണ്. അപ്പോൾ BJPയുമായി ചേർത്തിട്ടാണ് അദ്ദേഹം ആരോപണം ഉയർന്നത്. ആ ഒരു കാര്യം. ഇനിയിപ്പോൾ നോക്കൂ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കൂ, പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളടക്കം വിവരങ്ങൾ വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ആ അല്ല, അത് നോക്കട്ടെ, തീരുമാനിക്കുന്നതാണ്.
അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സ്വന്തം പഞ്ചായത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിനെക്കുറിച്ച് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശശി തരൂരിന് DCCയുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹവും പരാതി കൊടുത്തു. കാരണം വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ തരൂരിന് സ്വന്തം പങ്ക് മാത്രമല്ല, അതിൽ DCC പ്രസിഡന്റിന്റെ പങ്കിനെ സംബന്ധിച്ച് അദ്ദേഹം പരാതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് തന്നെ ഇദ്ദേഹത്തെ മാറ്റണമെന്നുള്ള ആവശ്യം അവിടെ നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് ഉർവശി ശാപം ഉപകാരമാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, വൈദ്യം കൽപ്പിച്ചതും അത് തന്നെ. അപ്പോൾ അതിലേക്ക് എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു, ഓൾറെഡി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ 2015 നമ്മുടെ റിപ്പോർട്ടർ ടി വിയിൽ അന്നത്തെ ക്ലോസ് എൻകൗണ്ടർ പരിപാടിയിൽ അന്ന് KPCCയുടെ വൈസ് പ്രസിഡന്റായിരുന്ന VD സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെ കരിനിഴലിലാണ് എന്നാണ് പറഞ്ഞത്. അന്ന് വലിയ പ്രതിരോധത്തിലാക്കി. അന്ന് കൊടിക്കുന്നിൽ സുരേഷിനെതിരെയൊക്കെ പിന്നീട് അദ്ദേഹം ബൈറ്റ് കൊടുക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഉമ്മൻചാണ്ടി വിരുദ്ധനാണ് എന്ന മട്ടിലുള്ള ബൈറ്റൊക്കെ അന്ന് ഈ VD സതീശൻ കൊടുക്കുന്നുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയൊരു സ്റ്റേറ്റ്മെൻറ്റിലൊന്നായിരുന്നു അന്ന് VD സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അഴിമതിയുടെ കരിനിഴലിലാണെന്ന് സ്വന്തം മുന്നണിയിലെ പാർട്ടിയിലെ ഒരു MLA വന്ന് പറയുകയാണ്. നമ്മുടെ റിപ്പോർട്ടിലെ എൻകൗണ്ടർ അന്ന് നികേഷ് കുമാറിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നൊരു വാചകം. അങ്ങനെ അത്രയും അപകടത്തിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, മാധ്യമങ്ങളുടെ മുന്നിലല്ല കൊടുത്തത്. കടുംവെട്ട് ക്യാബിനറ്റ് എന്ന പദപ്രയോഗം ഇതൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ അന്ന് VD സതീശൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ പോയി പാലോട് രവി കൊടുത്തതല്ല. പാലോട് രവി പാലോട് രവി സ്വകാര്യമായിട്ട് പറഞ്ഞൊരു കാര്യം അത് പുറത്തു. അതെങ്ങനെ വാർത്തയായത്? ഇങ്ങനെ ഇതാണ് പാർട്ടിയുടെ അവസ്ഥ എന്ന് ജില്ലാധ്യക്ഷൻ പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ കയ്യിലൊരു ബൈറ്റായിട്ട് കിട്ടില്ല, അത് വാർത്തയായിട്ട് തീരും. കാരണം ജില്ലാധ്യക്ഷൻ്റെ കൺസേൺ ആണ്. ആ കൺസേൺ പറയുന്ന കാര്യങ്ങളിൽ മെറിറ്റുണ്ടോ എന്ന് നോക്കുന്നതിനും അപ്പുറം യു ആർ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ. അതാണ്, നിങ്ങൾ മെസ്സഞ്ചറെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ മെസ്സേജിനെ നിങ്ങൾ കാണാതെ പോകുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വെട്ടിലാക്കിയോ വെട്ടിലാക്കുമ്പോൾ എന്താണ് വെട്ടിലാക്കിയത്? ആരാണ്? ഞാനിപ്പോഴും പറയുന്നു, വെട്ടിലാക്കിയത് ഈ പറയുന്ന പാലോട് രവി അല്ല. പാലോട് രവി ഇപ്പോൾ റിപ്പോർട്ടർ TVയുടെ മുന്നിൽ വന്ന് നിന്ന് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ പാലോട് രവി വെട്ടിലാക്കിയെന്ന് ഞാൻ പറയും. പക്ഷേ പാലോട് രവി താഴെയുള്ളൊരു പ്രവർത്തകരോട് പറയുന്നു. അതിങ്ങനെ പറയണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ അത് പുറത്ത് ലീക്കാക്കുന്നതാണ് കോൺഗ്രസിനുള്ളിലെ ദൗർബല്യമായിട്ട് ഞാൻ ഏത് പാർട്ടിയായാലും ഒരു നടപടി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നോക്കട്ടെ, ഇപ്പോൾ CPM-ലെ ഒരു മുതിർന്ന നേതാവ്, നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തു, മാധ്യമങ്ങളുടെ മുന്നിലല്ലേ പറഞ്ഞത് ഇങ്ങനെ പോയാൽ, പാർട്ടി പ്രവർത്തകരോടല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒക്കെ ആകുമെന്ന് പറഞ്ഞതാരാ? AK ബാലനല്ലേ പറഞ്ഞത്. അത് പാർട്ടി പ്രവർത്തകരോട് അതെ, അത് തന്നെ. അത് പാർട്ടി പ്രവർത്തകരുടെ പാർട്ടി പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അത് പാർട്ടി ഫോറത്തിനുള്ളിലും പാർട്ടി പ്രവർത്തകനോടുമാണ് പാലോട് രവി പറഞ്ഞത്. അതുകൊണ്ട് പാലോട് രവി പറഞ്ഞത് DCC നിലയിൽ പറയേണ്ടതാണ്. ഭയങ്കര ആത്മബന്ധം ഉണ്ടാവും. ആ ആത്മബന്ധത്തിൽ പറയുന്നത് ഞാൻ വെർബാറ്റം വായിക്കാം. അതിലെവിടെയാണ് പാലോട് രവിയാണ് വെട്ടിലാക്കിയതെന്ന് പറയാൻ കിട്ടുക? ആ ശബ്ദരേഖ വെട്ടിലാക്കിയത് നമ്മൾ ജലീലാണ് വെട്ടിലാക്കിയത്. വെട്ടിലാക്കിയോ എന്നുള്ള ചോദ്യം. ആ ശബ്ദ സംഭാഷണം പാർട്ടിയെ വെട്ടിലാക്കുന്നത് എങ്ങനെയാണ്? അത് പുറത്തു വരുമ്പോഴാണ്. അത് കഴിഞ്ഞ ഏപ്രിൽ പുറത്തു വന്നതാണ്. ഏപ്രിൽ ഇവർ തമ്മിൽ നടത്തിയ സംഭാഷണം ഇപ്പോൾ പുറത്തു വരണമെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ പാലോട് രവിക്കെതിരെ ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട്. പാലോട് രവിക്കെതിരെ നീക്കം നടക്കുന്ന വിഭാഗമാണ് ഇത് പുറത്തുവിട്ടത്. അപ്പോൾ വെട്ടിലാക്കിയതാരാ? പാലോട് രവിയാണോ? പാലോട് രവിക്കെതിരെ നീക്കം നടത്തിയവരാണോ? പാലോട് രവിക്കെതിരെ നീക്കം നടത്തിയവരാ? അവരാണ്. ഞാനല്ലേ ആദ്യ ഭാഗം ഡോക്ടർ അരുൺ, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കോൺസ്പിറസി ഉണ്ട്. കാരണം വിളിച്ച പരിപാടി എന്താണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തലേക്കുന്നിൽ അവിടുത്തെ പ്രശ്നം എന്താ? സ്മൃതി, പുല്ലമ്പാറ പഞ്ചായത്തിലെ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അവർ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ആ പഞ്ചായത്തിലുള്ള ഒരു പ്രശ്നത്തെ മൊത്തം സംസ്ഥാനത്തിൽ ഒരു പ്രശ്നമായിട്ട് പാലോട് രവി പറയുകയാണ്. സുഹൃത്തെ, ഇങ്ങനെ പോയാൽ നമ്മുടെ പാർട്ടി താഴേക്ക് പോകും എന്ന് പറയുകയാണ്. മൂക്കും കുത്തി താഴെ വീഴും എന്നാണ് പറയുന്നത്. ഞാൻ ആ വെർബാറ്റം പറയാം. ഒരു കുടുംബ സംഗമത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് ഈ ജലീൽ പുല്ലമ്പാറ. ഈ സമയത്തിന് നോട്ടീസ് അടിച്ച് സ്ഥാനാർത്ഥികളുമായിട്ട് പോയാൽ വോട്ട് കേരളത്തിലെ ആളുകൾ ചെയ്യൂല എന്നുള്ളതാണ്. ശരിയാണ്, അതിനൊരു മുന്നൊരുക്കം വേണം. പാലോട് രവി രാജിവെക്കേണ്ടത് ഈ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയാണോ? എന്നിട്ട് പറയുന്നു വീട്ടുകാരുമായിട്ട് സമ്പർക്കം പുലർത്തണം, വീട്ടുകാരുമായി അടുപ്പം പുലർത്തണം, വീട്ടുകാരുമായിട്ട് പോയി സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഒരു തവണയല്ല പലതവണ സന്ദർശനം നടത്തി വാർഡ് തലത്തിൽ നിങ്ങൾ ജനങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടാക്കി ബന്ധം സ്ഥാപിക്കണം എന്നാണ് പാലോട് രവി പറയുന്നത്. എന്തുകൊണ്ട് പറയുന്നു? അങ്ങനെ സ്ഥാപിക്കാൻ പറ്റിയ ആളുകൾ 10% ഉള്ളൂ. അത് റിയാലിറ്റിയാണ്.
അത് കോൺഗ്രസിന്റെ റിയാലിറ്റി ആണെന്നേ. ഇപ്പം നിങ്ങൾ CPM-ഉമായിട്ടോ ഒരു പരിധി അത് തന്നെ പി ജെ കുര്യൻ പറഞ്ഞത്. അത് തന്നെയാണ് പി ജെ കുര്യൻ പറഞ്ഞത്. നിങ്ങൾ SFI പ്രവർത്തകരെ നോക്കൂ, അവർ സമരങ്ങൾ ചെയ്യുന്ന കാണുന്നില്ലേ? എന്നാൽ അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ പലരും, ചിലരൊക്കെ പുറത്ത് നമ്മൾ കാണാറുണ്ട്, ചിലരൊക്കെ റീലിട്ട് കളിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവിടെ നിൽക്കുന്നു. തിരുവഞ്ചൂർ പറഞ്ഞല്ലോ. നോക്കൂ, എല്ലാ നേതാക്കളും ഇത് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് പാലോട് രവി പറയുമ്പോൾ മാത്രം ഒരു വലിയ രീതിയിൽ പാലോട് രവിക്കെതിരെ പടയൊരുക്കം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കോൺസ്പിരസി പാലോട് രവിക്കെതിരെ ഉണ്ട് എന്നാണ് ഞാൻ പാർട്ടി എടുക്കാച്ചരക്കായി പാർട്ടിയിൽ AK ബാലൻ പറഞ്ഞത്. ഇങ്ങനെ പോയാൽ AK ബാലൻ പറഞ്ഞത് ഈ പാർട്ടിയുടെ ചിഹ്നം ഈനാം പേച്ചിയും മരപ്പെട്ടിയും വാങ്ങും എന്ന് പറഞ്ഞതിന്റെ വേറൊരു അർത്ഥമല്ലേ നിങ്ങൾ എടുക്കാൻ? ഏത് സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത്? തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ BJP-യിലേക്ക് മറ്റു ഈ പറയുന്ന പ്രവർത്തനങ്ങളും നിങ്ങൾ താഴെ തട്ടിലുള്ള ശക്തമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പാർട്ടിയുടെ ചിഹ്നം ഇതായിട്ട് തീരും. കാര്യം എന്താ? ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമല്ലേ അത്? ആ തെരഞ്ഞെടുപ്പിൽ മുൻപിൽ പ്രവർത്തകരെ ആവേശപ്പെടുത്താൻ പറയുന്നതാണ്. നിങ്ങൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. അതുപോലെയാണോ പാർട്ടി അതെ എടുക്കാച്ചരക്കായി മാറുന്നത്? എങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. അതാണ് ഞാൻ കണക്ക് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുന്നത്? കോൺഗ്രസ് ഇന്ന് പല സംസ്ഥാനങ്ങളിലും എടുക്കാച്ചരക്കായി മാറിയിട്ടില്ലേ? അവിടെ BJP വളർന്നിട്ടില്ലേ? എടുക്കാച്ചരക്കായി മാറിയത് എങ്ങനെയാ? കോൺഗ്രസിലുള്ളവർ തന്നെ നേരിട്ട് BJP-യിലേക്ക് പോയിട്ടല്ലേ എടുക്കാച്ചരക്കായിട്ട് മാറുന്നത്? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു നോക്കൂ. ഞാൻ തൃശ്ശൂർ മാത്രം പറയാം, അതിനുമുമ്പ് ഞാൻ വർബാഷം ഒന്ന് ഫില്ല് ചെയ്യട്ടെ. 60 അസംബ്ലി മണ്ഡലങ്ങളിലെങ്കിലും എന്താണ് BJP എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ BJP സപ്പോർട്ട് ചെയ്യല്ല. BJP എങ്ങനെയാ അവിടെ ജയിക്കാൻ പോകുന്നത്? അഥവാ ജയിക്കാൻ പോകുന്നതെന്ന് പറയുന്നില്ല. 50,000-നും 60,000-നും ഇടയ്ക്ക് വോട്ട് BJP കാശിറക്കി പിടിക്കാൻ പോവാണ് എന്നാണ് പറയുന്നത്. എന്റെ സംശയമല്ല, BJP കാശിറക്കി വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞതിലാണോ ഇപ്പൊ രാജിവെക്കേണ്ടി വരുന്നത്? അതൊരു DCC അങ്ങനെയല്ല, LDF-ന് തുടർഭരണം എന്നതാണ്. പറയട്ടെ, ഇത് ഓരോന്നോരോന്നായിട്ട് പറയണല്ലോ. ഇത് എവിടെയാണ് പാലോട് രവി പാർട്ടിയിൽ വിരുദ്ധമായിട്ടൊരു കാര്യം പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും, അതല്ലേ യാഥാർത്ഥ്യം എന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ കരുതുന്നു. അതിനുവേണ്ടിയാണല്ലോ ഇപ്പോൾ 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. ഏത് കണക്കാണെന്ന് എനിക്ക് ഇനി എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ 100 സീറ്റ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്താൽ ഒരു കണക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് 111 നടത്തി. അല്ല, അവിടെ ആ ലീഡാണ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? എന്താണ് 2019 കണ്ടത്? 2019 കണ്ടിട്ട് 2 വർഷം കഴിഞ്ഞപ്പം താഴേക്ക് വീണില്ലേ? ആകെ ഉണ്ടായിരുന്ന 22 ഒരു സീറ്റും കൂടെ കുറഞ്ഞ് 21 ആയില്ലേ? ആ സാഹചര്യത്തിലേക്ക് മാറുന്നില്ലേ? നോക്കൂ, ഇനി മുസ്ലിങ്ങൾ വിഭാഗത്തിൽപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകും. കോൺഗ്രസിലുള്ള ചില ആളുകൾ BJP-യിലേക്ക് പോകും. അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. പറയുന്നത് ആരാ? പാർട്ടി അധ്യക്ഷനാ. എന്നാൽ അത് വസ്തുതാപരമായി നമുക്ക് ചെക്ക് നോക്കാം. കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളുകൾ BJP-യിലേക്ക് പോകുമോ ഇല്ലയോ? പാലോട് രവി പറഞ്ഞ വസ്തുത വിരുദ്ധമാണ്. കോൺഗ്രസ് ഉണ്ടായിരുന്ന നേതാവല്ലേ പത്മജ വേണുഗോപാൽ, BJP-യിലേക്കല്ലേ? കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളല്ലേ അനിൽ ആന്റണി, പോയത് BJP-യിലേക്കല്ലേ? കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു പഴയ KPCC അധ്യക്ഷനല്ലേ വേണമെന്ന് വെച്ചാൽ ഞാൻ BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞത്? അപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ നോക്കൂ, കോൺഗ്രസിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളിൽ പലരും ഇപ്പോൾ കസേരയിട്ടിരിക്കുന്നത് എവിടെയാ? BJP-യുടെ ക്യാബിനറ്റിലും BJP-യുടെ പദവിയിലും തന്നെ പോയി ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഇത് പാലോട് രവി പറഞ്ഞതിന് രാജി ആവശ്യപ്പെടുകയാണോ വേണ്ടത്? ആ മെസ്സേജിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണോ വേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ. നിങ്ങൾ സന്ദേശവാഹകനെയാണ് വെടിവെക്കുന്നത്, സന്ദേശത്തെ അല്ല നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാർട്ടി ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം പാലോട് രവി പറയുന്നില്ലേ? ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നോക്കൂ, ബ്ലോക്ക് ഭാരവാഹികൾ എന്ന് പറയുന്നത് ഇല്ല. പലയിടങ്ങളിലും താഴെ ഇറങ്ങി പ്രവർത്തിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. വാർഡ് കമ്മിറ്റിയുടെ കാര്യത്തിൽ ബോഗസാണ്, ആ ലിസ്റ്റ് ബോഗസാണെന്ന് പറയുകയാണ്. അത് വസ്തുതയാണെങ്കിൽ അത് പാർട്ടി അഡ്രസ്സ് ചെയ്യണ്ടേ? അത് പറഞ്ഞ പാർട്ടി അധ്യക്ഷനെ പുറത്താക്കണോ എന്നുള്ളതാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞത് നാട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ, കാര്യങ്ങളൊക്കെ ജനങ്ങളോട് നേരാമണ്ണം സംസാരിക്കാൻ 10% സ്ഥലങ്ങളിൽ മാത്രമേ പ്രവർത്തകരുള്ളൂ. ഇതാണ് ഈ പാർട്ടിയുടെ അവസ്ഥ. ഇങ്ങനെ പോയാൽ 3ാമത്തെ തവണയും ആര് വരും? മാർക്സിസ്റ്റ് പാർട്ടി വരും. എന്താ അതിനകത്ത് സംശയമുള്ളത്? ഇങ്ങനെയാണോ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രവർത്തിക്കേണ്ടത്? അതുകൊണ്ട് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ പാലോട് രവി പറഞ്ഞത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പാലോട് രവിയുടെ രാജി ആവശ്യപ്പെട്ടതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇനി ഞാൻ കണക്കുകളിലേക്ക് വരാം. നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ BJP 11 ഇടങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നു. അതിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട, ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃശ്ശൂർ ഇത്രയും ഇടങ്ങളിലാണ് വന്നത്. ഇതെല്ലാം പലതും CPM-ൻ്റെയോ CPI-യുടെ ഒക്കെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം 99 മണ്ഡലങ്ങളും പിടിച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതിൽ നിന്ന് പിന്നെ എങ്ങനെ കോൺഗ്രസിൽ നിന്ന് പിടിക്കാൻ പറ്റുക? ആ ഭാഗമുള്ള 22 ഉള്ളൂ. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? തൃശ്ശൂർ മോഡൽ എന്ന് പറയുന്ന ഒന്നുണ്ട്. തൃശ്ശൂരിൽ BJP വിജയിച്ചപ്പോൾ
ആർക്കാ വോട്ട് നഷ്ടപ്പെട്ടത്? ആ കണക്ക് നമ്മൾ പറഞ്ഞു പോകണമല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 50,000 60,000 വോട്ടുകൾ BJP പിടിക്കുകയാണെങ്കിൽ അത് ആരുടെ പോക്കറ്റിൽ നിന്ന് പോകുമെന്നതിൻ്റെ എക്സാമ്പിളാണ്, ക്ലാസിക് എക്സാമ്പിളാണ് തൃശ്ശൂരിൽ എത്ര ഭൂരിപക്ഷം? 74,000 ആയിരുന്നല്ലോ ഭൂരിപക്ഷം അല്ലേ? ആ 74,000 ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കോൺഗ്രസിനുണ്ടായിരുന്ന വോട്ടിൽ എത്രയാ കുറഞ്ഞത്? 87,000 വോട്ടാണ് കുറഞ്ഞത് കോൺഗ്രസിന്റെ പക്കൽ നിന്ന്. കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. തൃശ്ശൂരിൽ 4,15,000 ആയിരുന്നു TN പ്രതാപൻ ഉണ്ടായിരുന്നത്. K മുരളീധരൻ മത്സരിക്കാൻ വന്നപ്പോൾ അത് 3,22,000 ചുരുങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണം. അതേസമയം CPIയുടെ സ്ഥാനാർത്ഥി രാജാജി മത്സരിക്കുന്ന സമയത്തുണ്ടായിരുന്നത് 3,21,000 ആയിരുന്നു. VS സുനിൽകുമാർ മത്സരിക്കാൻ വരുമ്പോൾ അത് 3,37,000 ഉയർന്നു. അതായത് ഇടതുപക്ഷത്തിന്റെ വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ 16,000 വോട്ട് കൂടി, കോൺഗ്രസിന്റെ വോട്ട് 87,000 കുറഞ്ഞു. ഭൂരിപക്ഷം ആരുടെ കൂടി? BJPയുടെ കൂടി. എന്ന് പറഞ്ഞാൽ BJP പിടിക്കുന്ന വോട്ടിലെ സിംഹഭാഗവും പോകുന്നത് കോൺഗ്രസിന്റെ പോക്കറ്റിൽ നിന്നാണ്. അതാണ് പാലോട് രവി പറഞ്ഞത്. അപ്പോൾ 60 മണ്ഡലങ്ങളിൽ BJP 50,000 മുതൽ 60,000 വരെ വോട്ട് പിടിക്കുകയാണെങ്കിൽ വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? 50,000 മുതൽ 60,000 വരെ വോട്ട് പിടിക്കുകയാണെങ്കിൽ ആ വോട്ട് ആരിൽ നിന്ന് ചോർന്നു പോകുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടാണ് പാലോട് രവി പറഞ്ഞത്. അങ്ങനെ വന്നാൽ VD സതീശൻ പറയുന്ന 100 പോയിട്ട് ഇപ്പോഴുള്ള 22. ഡോക്ടർ അരുൺ, ഞാൻ ചോദിക്കട്ടെ, പാലോട് രവിയുടെ കണക്കിലെ 50 മുതൽ 60,000 വരെയുള്ളൂ. വിജയിക്കാനുള്ള പണി BJPയും എടുക്കും. അല്ല, ആ പണി എന്താണെന്നുള്ളത് നമുക്ക് കാണാം. നേമത്ത് ആ പണി എടുത്തതാണല്ലോ. ഒടുവിലുള്ള അക്കൗണ്ട് പൂട്ടിയിട്ടല്ലേ പോയത്. അതേപോലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തൊക്കെ വെടുപ്പാക്കി പൂട്ടാനൊക്കെ ഉള്ള നേതാക്കൾ ഈ 50,000 60,000 വോട്ടൊന്നും കിട്ടിയാലൊന്നും അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ജയിക്കാൻ കഴിയില്ല. ഇപ്പൊ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ഇതാണല്ലോ സ്വപ്നം. സമയമുണ്ടല്ലോ. നേമം നേമത്ത് എന്തായാലും പാലോട് രവി പറഞ്ഞതുപോലെ 10% മാത്രമല്ല 100% ഇടങ്ങളിലും പ്രവർത്തകരൊക്കെ പണ്ടുകൊണ്ടെന്നേ. നേമത്തെ പ്രവർത്തകരില്ലാഞ്ഞിട്ടാണോ അക്കൗണ്ട് പൂട്ടിയത്? അത് സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നില്ല ഇന്ത്യ മുന്നണിയുടെ. പിന്നെ അടുത്ത തവണ ഇന്ത്യ മുന്നണി അങ്ങ് പിരിച്ചുവിട്ടാ. അങ്ങനെയൊക്കെയാണെങ്കിൽ നോക്കൂ, ഇവിടെ വർഗീയ ശക്തികൾ വരാൻ വോട്ട് നേടുന്നു എന്നുള്ള ഒരു സാഹചര്യം വന്നാൽ കേരളത്തിലെ മനുഷ്യരൊന്നിക്കും. അത് കേരളത്തിലെ ഒരു അതൊക്കെ ഉണ്ടാവുന്നേ. നമ്മുടെ നാട് തകരുന്നൊരവസ്ഥ വന്നാൽ, നമ്മുടെ നാട്ടിൽ വർഗീയ ശക്തികൾ അധികാരത്തിൽ വരരുത് എന്ന് കരുതുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ടെന്ന് ഈ നാട്ടിൽ അവർ ഒരുമിക്കും. സ്വാഭാവികമായി ഒരു സുനാമി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വരുന്നു എന്ന് പറഞ്ഞാൽ ആരോ പരക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് കൂടി അതിൽ അല്ലല്ല. അതാണ് നേമത്ത് സംഭവിച്ചത്. വട്ടിയൂർക്കാവില്, നിങ്ങൾ വട്ടിയൂർക്കാവിൽ പോയിട്ട് പ്രശാന്തിനെതിരെ ഒന്ന് മത്സരിച്ചു നോക്ക്, അപ്പൊ അറിയാം. നിങ്ങൾ നേമത്ത് പോയിട്ട് മത്സരിച്ചു നോക്ക്, ഇനി അറിയാം. ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നത് ഇപ്പോൾ നമ്മുടെ അറിവനുസരിച്ച് ഏറ്റവും പ്രമുഖനായ അയാളെ തന്നെ നേമത്തിൽ നിർത്താൻ പോകുന്നത്. കഴക്കൂട്ടത്തിൽ നിർത്താൻ പോകുന്നത് പ്രമുഖനെയാണ്. പക്ഷേ കഴക്കൂട്ടത്തൊക്കെ നിങ്ങൾ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തനം തുടങ്ങി ഈ പറയുന്ന CPM അവരുടെ സംഘടനാശേഷി പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ളൊരു സ്വപ്നം കാണുന്നതുകൊണ്ടുള്ള അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം നമ്മുടെ മുമ്പിൽ റിയാലിറ്റിയില്ലേ, കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ 42 ഇടങ്ങളിലാണ് 20,000-ന് പുറത്ത് LDFന് ഭൂരിപക്ഷമുള്ള സീറ്റുകളുള്ളത്. 42. 60 മണ്ഡലങ്ങളിൽ ഏകദേശം 10,000-ന് മുകളിലാണ്. ആകെ 5,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള 14 മണ്ഡലങ്ങളേ ഉള്ളൂ. ആ 14 മണ്ഡലങ്ങളിലും MLA-മാർക്ക് ആൻറ്റി ഇൻകുംബൻസി ഉണ്ടോ ഇല്ലയോ, ഇതാണ് ചോദ്യം. ആൻറ്റി ഇൻകുംബൻസി ഉള്ള എത്ര MLA-മാരെ നമുക്ക് കാണാൻ പറ്റും? ഇപ്പോൾ പാലോട് രവിയുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരൊറ്റ MLA ഉള്ളൂ, കോവളത്ത് വിൻസെന്റ് മാത്രം. ബാക്കിയുള്ള 13 ഇടങ്ങളിലും LDF. അവിടെ ഓരോ MLA-മാരുടെ കോൺസ്റ്റിറ്റ്യുവൻസി എടുത്തു നോക്ക്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ MLA-മാരുടെ പെർഫോമൻസ് കാണാം. ലൈഫിൽ പദ്ധതി അനുവദിക്കുന്നത് ആരാ? പറയേ. പദ്ധതി അനുവദിച്ച് പൂർത്തീകരിച്ച് കൊടുത്തത് നമ്മൾ ലൈഫിൽ പഞ്ചായത്ത് പദ്ധതി അനുവദിക്കണം. ആ പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ്. അവിടുത്തെ MLA ആരാ? അംബിക. ഇടപെട്ടത് ആരാ? MLA അംബിക ഇടതുപക്ഷത്ത്. ഭരിച്ചതാരാ? UDF. പഞ്ചായത്തുണ്ട് ഇടുക്കിയിൽ. ഇടുക്കി. ഇതേപോലെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടും സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചും ST ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങിയ ഒരു അംഗൻവാടി കെട്ടിടം അവിടെ വീടാതിപ്പോണ്ട്. ഭരിക്കുന്ന പഞ്ചായത്ത് ഏതാ? UDF. അവിടെ ഇടപെട്ടതാരാ? അവിടെ CPM.
ഇതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമായിട്ട് മാറും. ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയ സ്ട്രാറ്റജി എല്ലാം കൊണ്ടുവരും. ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് കോൺഗ്രസ് അത് നടപ്പാക്കും. പക്ഷേ അത്തരം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇവന്റ് മാനേജ്മെന്റ് കൊണ്ട് ഒരു വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിജയിക്കുക എന്നുള്ളത് ഏറെക്കുറെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയ നേതാവിൻ്റെ പേരാണ് പാലോട് രവി. അതുകൊണ്ടാണ് പാലോട് രവി പറയുന്നത് ജനങ്ങൾ തമ്മിലൊരു കണക്ഷൻ വേണം, സംസാരിക്കാനൊരു വിഷയം വേണം. എന്ത് വിഷയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഞാൻ നിശ്ചയമായും പറയുന്നു, കോൺഗ്രസ് എല്ലാ കാലത്തും അധികാരത്തിൽ വന്നിരിക്കുന്നത് ആൻറ്റി ഇൻകുംബൻസിയുടെ തരംഗത്തിലാണ്. ഒരു ആൻറ്റി ഇൻകുംബൻസി വികാരം അവിടെ ഉണ്ടെങ്കിൽ കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷേ അതിനോടൊപ്പം കോൺഗ്രസിന് പറയാനൊരാളും പറയാനൊരു സന്ദേശവും വേണം. ഇവിടെ പറയാനൊരാൾ ആര് എന്നതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ആ ആളിനെ കണ്ടുവരണം. മാൻ വേണം, ഒരു മെസ്സേജ് വേണം, ഒരു മെഷീനറി വേണം. മെഷീനറിയുടെ അവസ്ഥയാണ് പാലോട് രവി പറഞ്ഞത്. മാനിന്റെ അവസ്ഥ ഇപ്പൊ തർക്കമാണ്. എന്നോടൊരു മെസ്സേജ് ഇല്ല. അല്ല, ഒരു ഘടകകക്ഷി നേതാവ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഘടകകക്ഷി നേതാവാണ്. ഇപ്രാവശ്യം മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അപ്പോൾ അവരോട് പറഞ്ഞു ഈ ബൂത്ത് പ്രസിഡന്റുമാരുടെ നമ്പർ ഒന്ന് തരണം കേട്ടോ. അപ്പം പുതിയ ബൂത്ത് പ്രസിഡന്റുമാരുടെ നമ്പറാണ്. അപ്പോൾ ഏകദേശം 270ഓളം ബൂത്ത് പ്രസിഡന്റുമാരുടെ നമ്പർ DCC അയച്ചു കൊടുത്തു. അങ്ങനെ ഈ മത്സരിക്കുന്ന ആൾക്കാർ ഓരോ ബൂത്ത് പ്രസിഡന്റുമാരെ വിളിക്കുകയാണ്. അപ്പോൾ ഓരോ ബൂത്ത് പ്രസിഡന്റുമാരെ ഫോൺ എടുത്തിട്ട് പറയാണ്, നിങ്ങൾക്ക് ആരാ ഈ നമ്പർ പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ബോഗസ് ആണ്. ആരാ ചലിപ്പിക്കേണ്ടത്? എന്നോട് നേരിട്ട് ഈ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി പറയുന്നതാണ്. BJPയുടെ CPM-ന്റെ വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എനിക്ക് നേരിട്ടറിയാം. ഞാൻ 2-3 സ്ഥലങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഈ ബൂത്ത് തലത്തിൽ നമ്മുടെ വീട് നിൽക്കുന്നതും നമ്മുടെ ജോലി എടുക്കുന്ന സ്ഥലങ്ങളിൽ ബൂത്ത് തലങ്ങളിൽ വളരെ ആക്റ്റീവാണ്. CPM ആക്റ്റീവാണ്, BJP ആക്റ്റീവാണ്. അവിടെ പലതവണ നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ BJP കോൺഗ്രസ് വന്നു നോക്കിയാൽ മതി. അത്ര വളരെ സിമ്പിളാണ്. ഈ പ്രേക്ഷകരുടെ ഓരോ വീട്ടിലും ചില നല്ല മിടുക്കന്മാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ, ചില മിടുക്കന്മാരായിട്ടുള്ള കോൺഗ്രസിലെ പ്രവർത്തകർ ചില ഇടങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ശക്തമായിട്ട് വിഷയങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരെ കൊണ്ട് കഷ്ടിച്ചൊരു 30-35 സീറ്റുകളിലേക്ക് മാത്രമേ ആളുകളെ എത്തിക്കാൻ പറ്റൂ. അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആളില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക്. ആകെ 16 ഇടങ്ങളിൽ മാത്രമാണ് 5000-ൽ താഴെ ഭൂരിപക്ഷം ഉള്ളത്. അവിടെയാണല്ലോ എന്തെങ്കിലും സാധ്യതയുള്ളത്. അപ്പോൾ ആ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് പോവുക എന്നുള്ളത്, അങ്ങനെ വന്നാൽ പോലും ഞാൻ പറയുന്നു 21+16 37-38 സീറ്റുകളിലേക്ക് UDF ഒതുങ്ങാനുള്ള സാധ്യത പരമാവധി കിട്ടിയാൽ ഉണ്ടെങ്കിൽ അല്ല. ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. എങ്ങനെ സോഷ്യൽ മീഡിയ 300ഓളം ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയ ആരാന്നറിയോ? ഒരു കമ്പനി. എന്നിട്ട് ഈ 300ഓളം ഫേസ്ബുക്ക് കമ്പനിക്ക് ഓരോ പേരിട്ടേക്കാണ്. ആ പേരിട്ടിട്ട് ഇങ്ങനെ സാധനം വിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ജയിക്കുമെന്നാ വിചാരിക്കണം. കമ്പനിയാണ്. ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് പാലോട് രവി പറഞ്ഞത് പാർട്ടി വിശദമായിട്ട് പഠിച്ചു മനസ്സിലാക്കി ഇനി വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ആ ട്രെൻഡ് അറിയാൻ പറ്റും. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ മെസ്സേജിനെ മനസ്സിലാക്കിയാൽ പാർട്ടിക്ക് കൊള്ളാം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ടേക്ക്. ഈ വിഷയത്തിൽ വെട്ടിലാക്കൂ എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്, വെട്ടിലാക്കിയിട്ടുണ്ട് എന്നാണ്. Meet the editors.